ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ 4th ചാപ്റ്റർ ആണ്. അതിനു മുന്നേ ഇത് ഇന്ത്യയുടെ മാപ്പാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ അരുണാചൽ പ്രദേശ് എവിടെയാണെന്നറിയോ? നമ്മുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്. ഈസ്റ്റ് ആണ് ഇവിടെ, ഈസ്റ്റ് വെസ്റ്റ് അല്ലെ, ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊന്നാണ് അരുണാചൽ പ്രദേശ്. കണ്ടോ, ഇന്ത്യയുടെ ഈ ഈസ്റ്റ് പാർട്ട് ഫുൾ കവർ ചെയ്യുന്ന റെഡ് കളറാണ് അരുണാചൽ പ്രദേശ്. ആൻഡ് ഇത് നിങ്ങൾക്കറിയാലോ, ഹിന്ദി ആൽഫബറ്റ്സ് ആണ്, അക്ഷരമാല. ക ഖ ഗ ഖ ങ അല്ലേ? ക ഖ ഗ ഖ ങ, ഇത് ങയാണ്. ഇനി നിങ്ങളുടെ 4th ചാപ്റ്റർ ആണ് സാങ്കേൻ. ഈ ങ കണ്ടായിരുന്നോ? സാങ്കേൻ. ഈ സാങ്കേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ഒരു ഫെസ്റ്റിവൽ ആണ്. സാങ്കേൻ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ട്രഡീഷണൽ ഫെസ്റ്റിവൽ ആണ്. ഇത് വെള്ളം വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് വെള്ളം വെച്ചിട്ടാണ്. അവരുടെ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി, ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിസം അറിയാമോ? ഗൗതമ ബുദ്ധയുടെ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയാണ് ഇത് ഈ സാങ്കേൻ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. अरुणाचल प्रदेश में चौखान के मंडल कार्यालय में वल्लरी के पिताजी एक अधिकारी हैं. അരുണാചൽ പ്രദേശിലെ ചൗഖാം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ മണ്ഡൽ കാര്യാലയ് എന്ന് പറഞ്ഞ സർക്കിൾ ഓഫീസിൽ വല്ലരി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരാണ്, ഒരു പെൺകുട്ടിയുടെ പേരാണ്. വല്ലരി കെ പിതാജി, വല്ലരിയുടെ അച്ഛൻ. ഏക് അധികാരി ഹെ, അദ്ദേഹം ഒരു ഓഫീസറാണ്. അധികാരി എന്ന് പറഞ്ഞാൽ ഓഫീസറാണ്. इस बार उन्होंने दिल्ली से अपने परिवार को भी अपने पास बुला लिया है. इस बार ഈ പ്രാവശ്യം उन्होंने അദ്ദേഹം ദില്ലി സെ, ഡൽഹിയിൽ നിന്ന്, अपने परिवार അദ്ദേഹത്തിന്റെ പരിവാർ ഫാമിലി കോ ഭി, ഫാമിലിയെയും, അപ്നെ പാസ് ബുലാ ലിയ അദ്ദേഹത്തിന്റെ അടുത്ത് വിളിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലോട്ട് വിളിച്ചിട്ടുണ്ട് ഡൽഹിയിലുള്ള അദ്ദേഹത്തിന്റെ ഫാമിലിയെ. കഹാൻ ദില്ലി കി ഭീഡ് ഭരി സടക്കെ, എവിടെയാണ് ഡൽഹിയിലെ ഭീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡഡ് ബിസി സ്ട്രീറ്റ്സ്, സടക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്സ്, ഭീഡ് ഭരി ക്രൗഡഡ് സ്ട്രീറ്റ്സ്. ഹോൺ ബജാത്തി ഹുയി കാറെ ഓർ ബസ്സേ, ഹോൺ അടിച്ചും കൊണ്ട് വരുന്ന കാറും ബസ്സും ഒക്കെ. ആദ്മിയോ കി ലംബി ലംബി കതാരെ, ആദ്മി മനുഷ്യരുടെ വലിയ ലംബി ലോങ് കതാരെ ക്യൂ. और कहाँ चौखाम का खुला और शांत वातावरण. പിന്നെ എവിടെയാണ് ഡൽഹിയിലെ ഇങ്ങനത്തെ ആകെ ബിസി സ്ട്രീറ്റും, എവിടെയാണ് ചൗഖാമിലെ ഖുല, ഓപ്പൺ, ഓർ ശാന്ത്, പീസ്ഫുൾ, വളരെ തുറന്ന ശാന്തമായിട്ടുള്ള വാതാവരൺ അറ്റ്മോസ്ഫിയർ. ജിധർ ദേഖോ, എവിടെ നോക്കിയാലും, ഇധർ എന്ന് പറഞ്ഞാൽ ഇവിടെ, ജിധർ ദേഖോ എവിടെ നോക്കിയാലും, ഹരിയാലി പച്ചപ്പ് തന്നെയാണ്, ഗ്രീനറി. ഓർ ഫൂൽ, എല്ലായിടത്തും പൂക്കൾ തന്നെയാണ്, എല്ലായിടത്തും ഗ്രീനറിയും പൂക്കളും വിരിഞ്ഞു നിൽക്കുകയാണ്. യഹാ കെ ലോഗോം കെ മുഖോം പർ, ഇവിടുത്തെ ലോഗോം പീപ്പിളിന്റെ മുഖോം പർ മുഖത്തില്, സദൈവ് എപ്പോഴും, ഓൾവേസ്, മുസ്കാൻ ബനി രഹത്തി ഹെ, കണ്ടോ, ഈ ചിരിച്ചോണ്ടേ ഇരിക്കുള്ളൂ, അവരുടെ മുഖം എപ്പോഴും ഈന്ന് ചിരിച്ചോണ്ടേ ഇരിക്കുള്ളൂ. ഏക് ദിൻ, ഒരു ദിവസം, വല്ലരിക്ക്, ഉസ്കി മിത്ര, വല്ലരിയുടെ ഫ്രണ്ട്, ചൗത്താൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് വല്ലരിക്ക്. നെ അപ്നെ ഘർ ബുലായ, വല്ലരിയെ ചൗത്താന്റെ വീട്ടിലോട്ട് വിളിച്ചു. ചൗത്താൻ അവിടെ അരുണാചൽ പ്രദേശിലുള്ള വല്ലരിയുടെ ഫ്രണ്ടാണ്. വല്ലരി അപ്നെ പിതാജി കെ സാത്ത്, വല്ലരി അച്ഛന്റെ കൂടെ ചൗത്താൻ കെ ഘർ ഗയി, ചൗത്താന്റെ വീട്ടിൽ പോയി. ഉസ് സമയ, ആ സമയത്ത്, ചൗത്താൻ കെ പിതാജി, ചൗത്താന്റെ അച്ഛൻ, ഘർ കി സഫായി കർ രഹേ തേ, ചൗത്താന്റെ അച്ഛൻ എന്ത് ചെയ്യായിരുന്നു? വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലരി ഓർ ഉസ്കെ പിതാജി, വല്ലരിയും വല്ലരിയുടെ അച്ഛനും, ഉസ്കെ പിതാജി കോ ദേഖ് കർ, വല്ലരിയും വല്ലരിയുടെ അച്ഛനെയും കണ്ടപ്പോ, ഉന്ഹോനെ സഫായി കാ കാം ഛോഡ് ദിയ, അദ്ദേഹം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ജോലി നിർത്തിയിട്ട്, और उन दोनों को स्वागत किया, അവരെ രണ്ടുപേരെയും സ്വീകരിക്കാനായിട്ട്, വെൽക്കം ചെയ്യാൻ, ഗ്രീറ്റ് ചെയ്യാനായിട്ട് പോയി. ചൗത്താൻ കി മാതാജി, അപ്പൊ ചൗത്താന്റെ അമ്മ എന്ത് ചെയ്തു? കൈ പ്രകാർക്കെ, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, പലതരത്തിലുള്ള പക്വാൻ ലേ ആയി. പക്വാൻ ഡെലീഷ്യസ് ഫുഡാണ്.
കഴിക്കാനായിട്ട് എന്തൊക്കെയോ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കൊണ്ടുവന്നു. ഈ പക്വാൻ ബഹുത് സ്വാദിഷ്ട തേ. ഈ കൊണ്ടുവന്ന എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിരുന്നു, ബഹുത് സ്വാദിഷ്ടായിരുന്നു. വല്ലരി और उसके पिताजी, വല്ലരിയും വല്ലരിയുടെ അച്ഛനും എന്ത് ചെയ്തു? പക്വാൻ ഖാനെ ലഗെ. അവർ കഴിക്കാൻ തുടങ്ങി. കൊള്ളാം കൊള്ളാം, നല്ല ടേസ്റ്റ്. തബി വല്ലരീനെ ദേഖ. അപ്പൊ വല്ലരി എന്ത് കണ്ടു? कि सड़क पर റോഡില് एक ശോഭായാത്ര നികൽ रही है. ഒരു ശോഭായാത്ര നടക്കുകയായിരുന്നു. ശോഭായാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസഷൻ, ആളുകളെല്ലാം കൂടി ചേർന്ന് പോവുമായിരുന്നു. ശോഭായാത്ര മേ ബഹുത് സെ ലോഗ് തെ. ആ ശോഭായാത്രയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ പ്രൊസഷനിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഘോഷയാത്ര. കുച്ച് ലോഗോം കെ കന്തോം പർ. കുറച്ച് ആളുകളുടെ കന്തോം, ഷോൾഡർ. കന്തം എന്ന് പറഞ്ഞാൽ ഷോൾഡറിൽ എന്തുണ്ടായിരുന്നു? പാൽക്കിയാന്തി. പാൽക്കിയ എന്ന് പറഞ്ഞാൽ പല്ലക്ക്, പല്ലക്കുണ്ടായിരുന്നു. ഒരു പല്ലക്കം പിടിച്ചോണ്ട് പോവായിരുന്നു അവരുടെ തോളില്. ഇൻ പാലക്കിയോ മേ ബഡി ബഡി ഓർ സുന്ദർ സുന്ദർ മൂർത്തിയാ രഖി ഹുയി തി. ഈ പാലക്കിയ, ഈ പല്ലക്കില് ബഡി ബഡി, വലിയ വലിയ, സുന്ദർ സുന്ദർ, വളരെ ഭംഗിയുള്ള സുന്ദരമായിട്ടുള്ള മൂർത്തിയ, ഐഡൽസ്, സ്റ്റാച്യൂസ്, ഏതോ പ്രതിമകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്, അതിന്റെ പുറത്ത്, ഈ പല്ലക്കിന്റെ അകത്ത്. ശോഭായാത്ര മേ സബ് ലോഗ് നാച്തേ ഗാത്തെ. ഈ ശോഭായാത്രയില് എല്ലാവരും നാച്തേ ഗാത്തെ, ഡാൻസ് കളിച്ച് പാട്ട് പാടി, നാച്തേ ഗാത്തെ ഹുവേ ജാ രഹേ തെ. അവര് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് പോയായിരുന്നു. ലോഗോ മേ ബഹുത് ഉത്സാഹ താ. ആളുകൾക്കൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഉത്സാഹം, എനർജി, ഭയങ്കര ജോഷില് പോവായിരുന്നു അവര് ഡാൻസ് ഒക്കെ കളിച്ച്. അപ്പൊ എന്ത് പറ്റി? വല്ലരീനെ ചൗത്താൻ സെ പൂച്ച. വല്ലരി ഉടനെ ചൗത്താനോട് എന്ത് ചോദിച്ചു? വല്ലരീനെ ചൗത്താൻ സെ പൂച്ച. വല്ലരി ചൗത്താനോട് ചോദിച്ചു, ഈ ലോഗ് കഹാൻ ജാ രഹേ ഹേ. ഈ ആളുകൾ, ഇവരൊക്കെ എവിടെ പോവുകയാണ്? കഹാൻ ജാ രഹേ ഹേ. ബഹുത് പ്രസന്ന ദിഖ് രഹേ ഹേ. ഒരു ഭയങ്കര സന്തോഷത്തിലാണല്ലോ, ഭയങ്കര മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമുണ്ടല്ലോ. ബഹുത് പ്രസന്ന ദിഖ് രഹേ ഹേ. വളരെ സന്തോഷത്തിലാണല്ലോ അവരെ കാണപ്പെടുന്നത്. ചൗത്താനെ ബത്തായ. ചൗത്താൻ എന്ത് പറഞ്ഞു? ചൗത്താൻ പറഞ്ഞു, അഭി ഏക് ദോ ദിൻ പെഹ്ലെ. ഇപ്പൊ 1-2 ദിവസം മുന്നേ, एक दो दिन पहले ही हमारे गांव के लोगों ने नदी के किनारे एक मंदिर बनाया है. ഇപ്പൊ ഇപ്പൊ 1-2 ദിവസം മുൻപ് മാത്രമാണ് ഹമാരെ ഗാവ് കെ ലോഗ്, നമ്മുടെ വില്ലേജിലുള്ള, നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകള്, നദി കെ കിനാരെ, നദിയുടെ അടുത്ത്, നദീതടത്തില്, ഷോർ ഓഫ് ദ റിവർ, ബാങ്ക്സ് ഓഫ് ദ റിവറിൽ എക് മന്ദിർ ബനായ, ഒരു ടെമ്പിൾ, ഒരു അമ്പലം ഉണ്ടാക്കിയായിരുന്നു. ഈ ലോഗ്, ഈ ആളുകള് ബൗദ്ധ വിഹാർ സെ, ബൗദ്ധ വിഹാറിൽ നിന്ന്, ബൗദ്ധ വിഹാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി, ബുദ്ധാശ്രമത്തിൽ നിന്ന്, ഭഗവാൻ ബുദ്ധ് ഓർ ഉൻകെ ശിഷ്യോं की മൂർത്തിയാ ലായി ഹെ. ഭഗവാൻ ബുദ്ധന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും മൂർത്തിയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. और इन्हें मंदिर ले जा रहे हैं. എന്നിട്ട് ഈ ബുദ്ധന്റെ മൂർത്തിയം ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോവാണ്. ഈ മൂർത്തികള് 3 दिन तक, 3 ദിവസം വരെ उस मंदिर में रखी रहेगी. ആ അമ്പലത്തില്, അവർ ആ ടെമ്പിളിൽ വെച്ചേക്കും. ഗാവ് കെ ലോഗ്, ഈ ഗ്രാമത്തിലുള്ള ആളുകള്, ഇൻ മൂർത്തിയോ പർ, ഈ മൂർത്തികളിൽ, പ്രതിദിൻ, എല്ലാ ദിവസവും, ഡെയിലി, എവ്രിഡേ, ജൽ ചടായെങ്കെ, വെള്ളം ഒഴിക്കും. ഓർ ഉൻകി പൂജ കരെങ്കെ, വെള്ളം ചുമ്മാ ഒഴിക്കുകയല്ല, അവർ പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചായിരിക്കും വെള്ളം ഒഴിക്കുന്നത്. ക്യാ ഹം ലോഗ് ഭി ശോഭായാത്ര മേ സമ്മലിത് ഹോ സക്തേ ഹൈ. വല്ലരി കെ പിതാജിനെ പൂച്ച. വല്ലരിയുടെ അച്ഛൻ ചോദിച്ചു, ക്യാ ഹം ലോഗ് ഭി, എന്താ ഞാനും വല്ലരിയും, നമ്മളെല്ലാവരും ശോഭായാത്ര, ഈ ഘോഷയാത്രയില്, ഈ പ്രൊസഷനില് സമ്മലിത് ഹോ സക്തേ ഹൈ, നമുക്കും ജോയിൻ ചെയ്യാമോ, നമുക്കും കൂടാമോ? ഹാ ഹാ അവശ്യ, അതെ അതെ തീർച്ചയായിട്ടും, അവശ്യ, ഡെഫിനറ്റ്ലി. ചലിയേ ബാ പോവാം. ഹം സബ് ശോഭായാത്ര മേ ചലത്തെ ഹൈ. നമുക്ക് എല്ലാവർക്കും കൂടി ശോഭായാത്രയിൽ പോവാം. ചൗത്താൻ കെ പിതാജി ബോലെ. ചൗത്താന്റെ അച്ഛനോടനെ പറഞ്ഞു. സബ് ലോഗ് ശോഭായാത്ര മേ സമ്മലിത് ഹോ ഗയെ. എല്ലാവരും ശോഭായാത്രയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ശോഭായാത്ര മേ ലോഗ് ഗാത്തെ ബജാത്തെ ഹുവേ. ശോഭായാത്രയിലെ ആളുകള് പാട്ടുപാടി, കൊട്ടും ചെണ്ടയൊക്കെ ബഹളമൊക്കെ വെച്ച്, और नाचते कूदते, ഡാൻസ് കളിച്ച്, ചാടി തുള്ളി മറിഞ്ഞ്, ഹുവേ ചലേ ജാ രഹേ തെ, അവർ പോവുകയായിരുന്നു. ഉൻകി പ്രസന്നത കാ ഠിക്കാന നഹീ താ. അവരുടെ സന്തോഷത്തിന് ഒരു ബൗണ്ടറി ഇല്ലായിരുന്നു. അവർ ഒരു ലിമിറ്റ് ഇല്ലാതെ അങ്ങ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നോ ബൗണ്ടറീസ് ആയിരുന്നു. ഠിക്കാന എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇല്ലാതെ. തോടി ദേർമേ, കുറച്ച് സമയത്തിനുള്ളിൽ, ശോഭായാത്ര മന്ദിർ കെ പാസ് പഹൂഞ്ചി. ഇപ്പൊ ടെമ്പിളിന്റെ അടുത്ത് അവരുടെ ശോഭായാത്ര എത്തി. मंदिर की जालीदारी दीवारें बांस और बांस की कपचियां से बनी हुई थी.
അവരുടെ ജാലിദാരി ഇങ്ങനെ ഹോളുള്ള ഇതാണ് ജാലിദാരി ദിവാരെ. ഇങ്ങനെ ബാംബു വെച്ചിട്ട് കപ്ചിയ എന്ന് പറഞ്ഞാൽ ഈ ബാംബുവിനെ ഇങ്ങനെ മുറിച്ച് ഫ്ലാറ്റ് ആക്കുന്നതിനാണ് കപ്ചിയ എന്ന് പറയുന്നത്. കപ്ചിയ സെ ബനി ഹുയി തി. അവരുടെ ജാലിദാരി ഹോളുള്ള അമ്പലത്തിലെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഇതാണ് ഈ പിക്ചർ ഇമേജ് കാണിച്ചിരിക്കുന്നത്. അതേപോലത്തെ ഒരു അമ്പലമായിരുന്നു. ബീച്ച് ബീച്ച് മേ പേടോ കി ഹരി ഭരി ടെഹനിയ ലഗായി തി. അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്ത് പറ്റി? പേടോ കി മരങ്ങളുടെ പച്ച ഹരി ഭരി പച്ചപ്പുള്ള ടെഹനിയ കൊമ്പുകൾ, ചെറിയ ചെറിയ കൊമ്പുകളും ലഗായി തി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. और घोस घोस पर उन पर रंग बिरंगे फूल सजा दिए गए थे. അതിൽ ഓട്ടയിട്ടിട്ട് അവിടെ എന്ത് ചെയ്തു? അവിടെ പൂക്കൾ, നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പൂക്കളും അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്ത്, സജാന എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യാൻ, സജാ ദിയേ ഗേ थे. इतना सादा और सुंदर मंदिर वल्लरी ने पहले कभी नहीं देखा था. ഇത്രയും സാദാ, സാധാരണ, സിമ്പിൾ ആയിട്ടുള്ള, ഇത്രയും സാദാ, സിമ്പിൾ और സുന്ദർ, ഭയങ്കര സുന്ദരമായിട്ടുള്ള മന്ദിർ വല്ലരി पहले कभी नहीं देखा था. വല്ലരി ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. देखते देखते भीड़ मंदिर के द्वार पर एकत्रित होने लगी. കണ്ടുകൊണ്ടിരിക്കെ എന്ത് പറ്റി? ഭീഡ്, ക്രൗഡ് മന്ദിറിന്റെ, ടെമ്പിളിന്റെ ദ്വാർ പർ, ദ്വാർ എൻട്രൻസ്, ഗേറ്റ്, ഡോർ, എൻട്രൻസ് പർ ഏകത്രിത് ഹോനെ ലഗി. അവിടെ എല്ലാവരും ഗ്യാദർ ചെയ്യാൻ തുടങ്ങി. ഏകത്രിത് ഹോന, ടു ഗ്യാദർ. ബൗദ്ധ ഭിക്ഷുവിനെ മന്ത്ര പഠിത്തേ ഹുയെ. ബൗദ്ധ ഭിക്ഷുസ് എന്ത് ചെയ്തു? ബൗദ്ധ ഭിക്ഷു എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് മോങ്സ്. അവര് മന്ത്ര പഠിത്തേ ഹുയെ, ബുദ്ധിസ്റ്റ് സന്യാസിമാര് മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ട് ഇൻ മൂർത്തിയോങ്കോ പാലക്കിയോസെ ഉത്താര. അവര് പല്ലക്കിൽ പിടിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? ആ പല്ലക്കിൽ നിന്ന് അവര് ഉത്താര, താഴെ ഇറക്കി വെച്ചു. അവരിനെ മന്ദിർ മേ രഖ് ദിയ. എന്നിട്ട് അതിനെ അമ്പലത്തിനകത്ത് വെച്ചു. अब वे इन मूर्तियों की पूजा करने लगे. എന്നിട്ട് അവർ ആ മൂർത്തികളെ പൂജ ചെയ്യാൻ തുടങ്ങി. और इन पर जल चढ़ाने लगे. എന്നിട്ട് അവരിൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. हंसी खुशी के इस वातावरण में, ഈ ഹസി ചിരിയും ഈ കളിച്ചിരിയുടെ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തു പറ്റി? വല്ലരീനെ ദേഖാ കി. വല്ലരി എന്ത് കണ്ടു? ലോഗ് ഏക് ദൂസരെ पर बाल्टियां भर भर कर पानी डाल रहे थे. ലോഗ്, പീപ്പിൾ, ഒരാൾ മറ്റൊരാളുടെ ദേഹത്ത് ബാൾട്ടിയാ ഭർ ഭർ കർ, ബക്കറ്റ് നിറച്ചും വെള്ളം നിറച്ചിട്ട് ഒഴിക്കാൻ തുടങ്ങി. പാനി ഡാൽ രഹേ ഹൈ. वे एक दूसरे के चेहरों पर चावल की आटा भी लगा रहे थे. അവർ ഏക് ദൂസരേക്ക്, അവർ പരസ്പരം അവരുടെ മുഖത്ത്, ചെഹറോം പർ, ചെഹറ മുഖം, മുഖത്തിൽ എന്ത് ചെയ്തു? ചാവൽ കാ ആട്ട, ചാവൽ അരി, അരിയുടെ പൊടി, അരിപ്പൊടി, ചാവൽ കാ ആട്ട, റൈസ് ഫ്ലോർ ഭി ലഗാ രഹേ ഹൈ. വല്ലരി കോ ഹോലി കി യാദ് ആ ഗയി. വല്ലരിക്ക് ഹോളി, ഹോളി എന്ന് പറയുന്ന ഫെസ്റ്റിവലിനെ കുറിച്ച് വല്ലരി ഓർത്തുപോയി. उसने चौतान से कहा. उड़ने തന്നെ ചൗത്താനോട് എന്ത് പറഞ്ഞു? ചൗത്താൻ ഭായി, ചൗത്താൻ ബ്രദർ, ചൗത്താൻ ചേട്ടാ, लगता है कि लोग होली का त्योहार मना रहे हैं. എനിക്ക് തോന്നുന്നു ആളുകൾ ഇവിടെ ഹോളിയാണ് കളിക്കുന്നതെന്ന്, ഹോളി ഫെസ്റ്റിവൽ ആണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന്. ചൗത്താൻ ബോല. ചൗത്താൻ എന്ത് പറഞ്ഞു? ചൗത്താൻ പറഞ്ഞു, तुम्हें मालूम नहीं, നിനക്ക് അറിയില്ലേ? आज हमारे यहाँ सांकें का त्योहार है. ഇന്ന് നമ്മളിവിടെ സാങ്കേന്റെ त्योहाराണ്, സാങ്കേം ഫെസ്റ്റിവൽ ആണ്. आज से हमारा नया वर्ष आरंभ होता है. ഇന്ന് മുതൽ നമ്മുടെ ന്യൂ ഇയർ, നയാ വർഷ ബിഗിനിങ് ആണ്, ബിഗിനിങ് ഓഫ് ന്യൂ ഇയർ ആണ്. आज से हमारे नया वर्ष आरंभ होता है. വല്ലരീനെ ബത്തായ. അപ്പൊ വല്ലരി എന്ത് പറഞ്ഞു? വല്ലരി പറഞ്ഞു, ഹമാരെ യഹാം ഭി, ഞങ്ങളുടെ ഇവിടെയും ഹോലി സെ ഹി നയാ വർഷ ആരംഭ ഹോത്താ ഹെ. ഹോളിയിൽ നിന്നാണ് ഞങ്ങളുടെ അവിടെ ന്യൂ ഇയർ തുടങ്ങുന്നത്. ഹോളി സെലിബ്രേറ്റ് ചെയ്താണ് നമ്മൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. होली के दिन हम लोग भी एक दूसरे के ऊपर रंगीन पानी फेंकते हैं. നമ്മൾ ഹോളിയുടെ അന്നും പരസ്പരം കളർഫുൾ ആയിട്ടുള്ള വെള്ളം കോരി ഒഴിക്കും. और मुंह पर गुलाल लगाते हैं. മുഖത്തിൽ എന്ത് ചെയ്തും? ചെഹറ അല്ലെങ്കിൽ മുഹ, ചെഹറ മുഹ, ഫേസ് पर എന്ത് ചെയ്യും? ഗുലാൽ, റെഡ് പൗഡർ നമ്മൾ തേക്കും. ഹോലി കെ ദൂസരെ ദിൻ, ഹോളിയുടെ അടുത്ത ദിവസം, ലോഗ് ഏക് ദൂസരെ സെ മിൽനെ ജാത്തെ ഹെ. നമ്മൾ പരസ്പരം ഓരോരുത്തരെയും കാണാനായിട്ട് പോവും. ആരൊക്കെയാ കാണാൻ പോകുന്നത്? उस दिन लोग घरों में कई प्रकार की मिठाइयाँ और नमकीन बनाते हैं. എന്നിട്ട് ആ ദിവസം വീട്ടില്, ഘരോമേ, വീട്ടില്, കൈ പ്രകാർക്കി, പലതരത്തിലുള്ള മിഠായി ഓർ നംകീൻ, മധുര പലഹാരവും ഉപ്പ് രസമുള്ള സോൾട്ടി ആയിട്ടുള്ള സ്വീറ്റ്സും മറ്റേ ബേക്കറി ഐറ്റംസ് കഴിക്കാനുള്ള ഫുഡ് എല്ലാം और അതിഥിയോं का स्वागत करते हैं. എന്നിട്ട് നമ്മൾ ഗസ്റ്റിനെ, മെഹമാൻ, അതിഥിയോ മെഹമാൻ, ഗസ്റ്റിനെ നമ്മൾ സ്വാഗതം ചെയ്യും. चौथान ने बताया. चौथान എന്തു പറഞ്ഞു? आज शाम को हम लोग भी अपने ताऊ जी के यहाँ जाएंगे. ഇന്ന് വൈകിട്ടും, ഷാം
വൈകുന്നേരം ഈവനിങ് ആജ് ഷാം കോ നമ്മൾ നമ്മുടെ തൗജി എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ ബ്രദർ അല്ലെങ്കിൽ എൽഡർ ബ്രദറിനെയാണ് പറയുന്നത്. പെറ്റേണൽ അങ്കിളിനെയാണ് തൗജി എന്ന് പറയുന്നത്. ഹമാരി തായി ജി നെ ബി വിഭിന്ന പ്രകാർ കെ പക്വാൻ ബനായേ ഹോഗെ. തൗജിയുടെ വൈഫാണ് തായിജി. നമ്മുടെ തായിജി അവിടെ വിഭിന്ന പ്രകാർക്കെ പല തരത്തിലുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഹം ഉन्हें പ്രണാം കരേംഗെ. നമ്മൾ അവരെ നമസ്കാരം ചെയ്യാനായിട്ട് അവരുടെ ബ്ലെസ്സിങ് ഒക്കെ തേടാനായിട്ട് പോവും. വേ ഹമേ ആശീർവാദ് ദേംഗെ. അവർ നമ്മളെ അനുഗ്രഹിക്കും, ബ്ലെസ് ചെയ്യും. കൽ മേരെ ബുവാജി ഓർ മേരെ ഫൂഫാജി ബി ഹമാരെ യഹാ ആയെങ്കെ. എന്നിട്ട് നാളെ എന്ത് പറ്റും? നാളെ ബുവാജി എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ സിസ്റ്റർ, ഫാദറിന്റെ ബ്രദറിനെ കാണാൻ പോവും. ഇനി ഫാദറിന്റെ സിസ്റ്ററിന്റെ കാര്യമാണ് പറയുന്നത്. ഫാദറിന്റെ സിസ്റ്റർ ബുവാജിയും ഫൂഫാജി, സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണ് ഫൂഫാജി. അപ്പോൾ ഫാദറിന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡും കൂടി ഞങ്ങളുടെ ഇങ്ങോട്ട് വരും. ഇതനെ में किसी ने वल्लरी और उसके पिताजी पर एक बाल्टी പാനി ഡാൽ ദിയ. ഇത്രയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വല്ലരിയുടെ അച്ഛൻ്റെയും പുറത്ത് ആരോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിച്ചു. വേ ഭീഗ്, അവര് നനഞ്ഞുപോയി, അവര് വെറ്റായി. ഫിർ തോ ലോഗ് ബഹുത് ദേർ തക് ഏക് ദൂസരെ പർ പാനി ഡാൽത്തെ രഹെ. അതിനുശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം, ബഹുത് ദേർ തക് ഒരുപാട് സമയം വെള്ളം ഒഴിച്ചും കൊണ്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ സാങ്കേ മനാത്തേ രഹെ. എന്നിട്ട് അവര് ഈ സാങ്കേ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആഘോഷിച്ചുകൊണ്ടിരുന്നു. 3 दिन तक 3 ദിവസം വരെ ഇസി തര സാങ്കേ മനായ ജാതാ ഹെ. 3 ദിവസം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ ഒഴിച്ച് പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് അവര് ഈ സ്വാദിഷ്ട പക്വാനൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി ഈ സാങ്കേൻ ആഘോഷിക്കും. ചൗത്താനെ ബതായ, ചൗത്താൻ പറഞ്ഞു. तीसरे दिन, മൂന്നാമത്തെ ദിവസം എന്ത് പറ്റും? ബൗദ്ധ ഭിക്ഷു ഇൻ മൂർത്തിയോं को पुनः पालकियों में रखकर. മൂന്നാമത്തെ ദിവസം ഈ ബൗദ്ധ ഭിക്ഷു, ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഇൻ മൂർത്തിയോं को, ഈ മൂർത്തികളെ പുനഃ വീണ്ടും തിരിച്ച് ആ പാലക്കിയോ മേ റക്കർ, ആ പാലക്കിൽ വെച്ചിട്ട് ബൗദ്ധ വിഹാർ ലേ ജായെങ്കെ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ തിരിച്ചു കൊണ്ടുപോകും. വഹാം വേ മന്ത്ര പഠിക്കർ, അവിടെ അവര് മന്ത്രമൊക്കെ ചൊല്ലി ഇൻ മൂർത്തിയോं को इनके स्थान पर रख देंगे. അവരുടെ ആ മൂർത്തികള് അവരുടെ സ്ഥാനത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കും. ചൗക്കാൻ കെ പിതാജിനെ ബതായ, ചൗക്കാന്റെ അച്ഛൻ എന്ത് പറഞ്ഞു? ഗാവ് കെ ലോഗ്, ഈ ഗ്രാമത്തിലെ ആളുകള് ഫിർ ബൗദ്ധ വിഹാർ ജായെങ്കെ, ഇവര് ഈ ഗ്രാമത്തിലെ ആളുകളും ബൗദ്ധ വിഹാറിലോട്ട് പോവും, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ പോവും. और भिक्षुओं को बार बार दंडवत प्रणाम करेंगे. എന്നിട്ട് ഈ ഭിക്ഷു, ഈ ബുദ്ധിസ്റ്റ് മോങ്സിന്റെ അടുത്ത് ചെന്ന് ദണ്ഡവത് പ്രണാം, ഇതാണ് ദണ്ഡവത് പ്രണാം. നമ്മൾ ഫുൾ സാഷ്ടാംഗം പ്രണമിക്കുന്നതിനെയാണ് ദണ്ഡവത് പ്രണാം എന്ന് പറയുന്നത്. അവർ ദണ്ഡവത് പ്രണാം ചെയ്യും. ഭിക്ഷു ലോഗ് ഹമേ ആശീർവാദ് ദേംഗെ. അപ്പൊ ഭിക്ഷു ഈ ഭിക്ഷു സെയിൻസ് നമ്മള് ആശീർവാദം തരും. അപ്പൊ എന്ത് പറ്റും? എങ്ങനെയാണ് ആശീർവാദം? ഖേത്തി ഫൂലേ ഫലേ തുമാരി. ഖേത്തി, നിങ്ങളുടെ പാടങ്ങളൊക്കെ, ഫൂലേം ഫലേ, പൂക്കളൊക്കെ വന്ന് നല്ല കായ്കളൊക്കെ ഉണ്ടാവട്ടെ. തുമേന കോയി ബീമാരി, തുമേന ഹോ കോയി ബീമാരി, നിങ്ങൾക്ക് ഒരു പനിയോ അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഹിൽമിൽക്കർ സബ് നാച്ചേങ്കായി, എല്ലാവരും ഒത്തുചേർന്ന് ഡാൻസ് കളിച്ച് പാട്ട് പാടാം. നയേ സാൽമേ ഖുഷി മനായി, പുതിയ വർഷത്തില് ന്യൂ ഇയറിൽ നമുക്ക് സന്തോഷമായിട്ട് ആഘോഷിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.